ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇതാ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ അനിയത്തിക്ക് പാലക്കാട് മ്യൂസിക് കോളേജിലേക്ക് പോകാനാണ് താല്പര്യം. അപ്പോൾ അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് അമ്മ പാലക്കാടേക്ക് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനിയത്തി ഇവിടെ ഉണ്ട്. അപ്പോൾ അവളപ്പം നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് കേട്ടോ. പിന്നെ അപ്പോൾ അവർ വെളുപ്പിന് നാലേകാലിന് പോയിട്ടുണ്ട്. 4:45 എത്തിയാണ് എടക്കരന്ന് നേരിട്ട് പാലക്കാടേക്ക് ഒരു ബസ്സുണ്ട്. അപ്പം അതിനങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കിന് എണീച്ചിട്ടോ. കാരണം അമ്മ ദോശയ്ക്കുള്ള മാവൊക്കെ ഇന്നലെ അരച്ച് പോയിരുന്നു. ബാക്കി ഇനി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ മോനെ ഞാൻ അനിയത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കിച്ചണിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ കോഴീനെ പോയി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കോഴികളുണ്ടായിരുന്നു കേട്ടോ. രണ്ട് കൂടുണ്ട്. ആ 2 കൂടിൽ നിറയെ കോഴികളുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനെയും ജന്തുക്കൾ പിടിച്ച് തിന്നിട്ടോ. കാടംപൂച്ച, കോഴിക്കുഞ്ഞുങ്ങളെ ആണെങ്കിൽ കാടംപൂച്ച, വലുതിനാണെങ്കിൽ കീരി അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ കടിച്ചുകൊണ്ടുപോയി. ഇപ്പോൾ ആകെ ഒരു തള്ളക്കോഴി, അതിൻ്റെ ഒരു കുഞ്ഞ് കോഴിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ വിട്ട് തിന്നാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ ചായ വെക്കാൻ വേണ്ടി വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത് പറയണത് ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഇന്നലെ ദോശമാവ് റെഡിയാക്കി വെച്ച് പോയായിരുന്നു. അപ്പോൾ അതിനുള്ള കറി ഉണ്ടാക്കണം. പിന്നെ മുട്ട പുഴുങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മുട്ട ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്ത് മുട്ട പുഴുങ്ങുന്നുണ്ട്. പിന്നെ ഈ സാമ്പാർ വെക്കണം. സാമ്പാർ വെക്കുന്നത് എന്താ വെച്ചാൽ ഉച്ചക്കത്തേന് വേറെ കറികളൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പോൾ ദോശയ്ക്കും ഉച്ചക്കത്തേക്കിനും അങ്ങനെ ഞാൻ സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മുട്ടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി പോവാതിരിക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായ മുട്ട പുഴുങ്ങിയതൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ പിന്നെ പെട്ടെന്ന് ദോശ പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിൽ നല്ല പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ കേൾക്കുകയാണ്. നല്ല അടിപൊളി പാട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ടാണ് പിന്നെ ദോശ ചൂടുന്നത്. അപ്പോൾ ഞാൻ ദോശ ചൂടുന്നുണ്ട്. പിന്നെ ഞാൻ ദോശയൊക്കെ എല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ സാമ്പാർ പരിപാടിക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാം അച്ഛൻ ബാംഗ്ലൂർ പോയതാണ്. അപ്പോൾ അച്ഛൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് പോയത്. കാരണം അച്ഛന് 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഫിറ്റിങ്ങിന് പോയതാണ് കേട്ടോ. അയ്യോ അയ്യോ അതുപോലെ തന്നെ എൻ്റെ അച്ഛമ്മ ഇവിടെ ഇല്ല കേട്ടോ. അച്ഛമ്മ നാട്ടിലേക്ക് പോയതാണ്. അച്ഛമ്മേൻ്റെ നാട് തൊടുപുഴ തിരുവല്ലയാണ്. അപ്പോൾ അങ്ങോട്ട് വേണ്ടി പോയതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം കേട്ടോ. കാരണം അവരാരും ഇല്ലാഞ്ഞിട്ട്. കാരണം അമ്മ ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ്. അച്ഛനും ഇല്ല. അച്ഛമ്മയൊന്നുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എന്തോ ഒരു ഇടങ്ങേറ് കേട്ടോ. കാരണം എന്നും സംസാരിച്ചിങ്ങനെ ഇരിക്കാറുണ്ട്. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഞാൻ ആരും വെറുതെ വിടില്ല കേട്ടോ. ഇതിങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാ പിന്നെ അങ്ങനെ മോളും പിന്നെ അനിയത്തിൻ്റെ ഒപ്പം അങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പിന്നെ വേഗം സാമ്പാറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനെന്താ ചോറും വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ അരി വേഗം കഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്. പെട്ടെന്ന് അവന് മോനും മോൾക്കൊക്കെ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ വേഗം ആവണം. അപ്പോൾ പിന്നെ ഞാൻ വേഗം അരിയൊക്കെ പിന്നെ ചായ കുടിക്കുന്ന പരിപാടി കേട്ടോ. ഞാൻ മോന് കൊടുത്തായിരുന്നു കേട്ടോ. മോന് ആദ്യം നല്ല ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് വേറെ സെപ്പറേറ്റ് ഇപ്പം മോൾക്ക് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇട്ട് കൊടുക്കാൻ ഒരു തിന്നാനൊരു അങ്ങനെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പം ഞാനങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് ഞാൻ ചില സമയത്തൊക്കെ ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുന്ന സമയത്ത് അവന് കഴിക്കും കേട്ടോ. അവനൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വാരി കൊടുക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവനങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് കഴിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പ്രേമ സിനിമ കാണുന്നുണ്ട് കേട്ടോ. ഏഷ്യൻ മൂവീസിലായിരുന്നു സിനിമ. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോള് ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ലീവാണെങ്കിൽ കൂടി കുറേ ഇഷ്ടം പോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. വർക്കൊക്കെ ചെയ്താണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അവരും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം കുളിച്ചിട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നിന്നപ്പോൾ ഉണ്ട് ഇങ്ങനെ മോള് വന്ന് പറയണം, അമ്മ ഉപ്പിലിട്ട മാങ്ങ എടുത്ത് തരി പറഞ്ഞാണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് പൂതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മ പൂപ്പലുണ്ട്, പൂപ്പലല്ല കുറച്ച് എല്ലാം സുറുക്ക വല്ലാതെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ടായിരുന്നു, കേടല്ല കേട്ടോ. അപ്പോൾ പിന്നെ കഴുകിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ.
ഉപ്പിലിട്ട മാങ്ങ കണ്ട സന്തോഷത്തിൽ ഞാനും മോളും അങ്ങനെ ലയിച്ചിരുന്ന് തിന്നാണ് കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചത് എന്ത് മോനെ എടുത്തിട്ടില്ല, അല്ല മോനെ അവിടെ ഇരുന്ന് നല്ല പുളി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ത്രില്ലിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ മോനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തോ ഒരു വെള്ള കളർ ഇങ്ങനെ കാണേണ്ടത്. ഇത് പൂപ്പലല്ലായിരുന്നു കേട്ടോ, ഇത് സുറുക്ക് കുറച്ചുള്ളായിരുന്നു, അതിൻ്റെതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്. അപ്പോൾ പിന്നെ നല്ലോണം കഴുകി അങ്ങനെ പിന്നെ മോനെടുത്ത് മോന് കൊടുക്കണം കേട്ടോ. അവൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഗൈസ് ഏറ്റവും നല്ല രസം. അത് കണ്ട് ഞാനും കുറേ ഇരിച്ചിട്ടോ, പാവം തോന്നുന്നു എനിക്ക്. എന്നാലും അവന് ഇഷ്ടമാണ് പുളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് ദിവസം ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയുന്ന പോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.